ഇവിടെ നമ്മൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ടല്ലോ, അതായത് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, പല പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏതായിരുന്നു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയത്? എക്സാംസ് തന്നെയായിരുന്നു എഫക്റ്റീവായി തോന്നിയത്. കാരണം എക്സാംസ് വരുമ്പോൾ ആ ടോപ്പിക് എങ്ങനെയെങ്കിലും കവർ ചെയ്ത് എന്നെ എക്സാം എഴുതണം എന്ന് നിർബന്ധമായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ നിന്ന് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ്നെസ്സിലോട്ട് കൃഷ്ണ വരുന്നത്? ആദ്യം ഇവിടെ വരുമ്പോൾ ആക്ച്വലി എനിക്കൊരു ബേസ് തന്നെ കുറവായിരുന്നു ഇംഗ്ലീഷിൽ. ഒരു വേ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി PG പഠിച്ച ഒരു രീതിയിലല്ല പഠിക്കേണ്ടതെന്ന്. ആക്ച്വലി എക്സാം എഴുതുമ്പോൾ നമുക്കിവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമല്ലോ. റാങ്കിൽ ഒരുപാട് താഴെ വരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പഠിച്ചു തുടങ്ങിയത്. അത് ആക്ച്വലി വളരെ 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 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, റാങ്ക് ലിസ്റ്റിൽ പേരിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വരുന്നുണ്ട്.